സേതുവിന്റെയും പല്ലുവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്നേ ഋതു കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോകണം. പല്ലവിക്ക് സഹിച്ചില്ല. എങ്ങനെ സഹിക്കാൻ പറ്റും? ഋതു പ്രസവിച്ചതിന് ശേഷം ഇന്ന് വരെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരുന്ന പല്ലവിയാണ്. എന്നിട്ടാണ് ഋതു തോന്നിയാസം കാണിച്ചിരിക്കുന്നത്, അതും ഇന്ദ്രനോടുള്ള ദേഷ്യത്തിന്. കുഞ്ഞ് പല്ലവിയുടെ അടുത്തുണ്ടെങ്കിൽ ഇന്ദ്രൻ പല്ലവിയുടെ അടുത്തേക്ക് വരും. അത് പ്രശ്നമാണെന്നുള്ള കാര്യം ഋതുവിന് നന്നായിട്ടറിയാം. അവൻ മനഃപൂർവ്വം കളിച്ചോണ്ടിരിക്കുന്ന പല്ലവി എവിടെയുണ്ടോ ആ ചുറ്റുപാട് താമസിക്കാനായിട്ട് അവൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ. പക്ഷെ ഇപ്പൊ ഇന്ദ്രന് കുറച്ച് മാറ്റമുണ്ട്. ഇന്ദ്രൻ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നത്. പക്ഷെ അതിനെ ഋതു സംശയിക്കുകയാണ്. കുഞ്ഞിനെ കൊണ്ടേ മുറി ബെഡിലേക്ക് എടുത്തി. കുഞ്ഞിനെ എടുക്കുന്ന പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം കുഞ്ഞിനെ എടുത്താണ്. ആ സമയം ഇന്ദ്രൻ പിന്നാലെ അങ്ങോട്ട് ചെന്നു. പിന്നാലെ ചെന്നിട്ട് ഋതുവിനോട് ചോദിച്ചു, ഋതു നീ എന്ത് തോന്നിയാസാ കാണിച്ചെന്ന് ചോദിച്ചു. എന്താടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. നീ എന്താ പല്ലവിയുടെ അടുത്തുനിന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നേ? ഓ, പല്ലവിയുടെ അടുത്ത് കുഞ്ഞുണ്ടെങ്കിലാണല്ലോ നിനക്ക് കുറച്ചുകൂടെ സൗകര്യം. കുഞ്ഞിനെ കൊഞ്ചിക്കാനാന്ന് പറഞ്ഞിട്ട് പല്ലവിയുടെ അടുത്ത് പോയി നിൽക്കാൻ പറ്റുള്ളൂ. നിന്റെ ഉദ്ദേശം മനസ്സിലിരിക്കുള്ളൂ ഇന്ദ്ര. അതൊന്നും ഈ ഋതുവിന്റെ അടുത്ത് ചെലവാകില്ല. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, ഋതു നീ വെറുതെ അനാവശ്യം പറയരുത്. എന്റെ മനസ്സിലിപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇല്ല, ആ കറുത്ത ഡോക്ടർ എന്നോട് വ്യക്തമായി പറഞ്ഞാടാ നിന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. നിനക്ക് പല്ലവി എവിടെയുണ്ടോ അവിടെ ജീവിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണല്ലോ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് കുറ്റിയും പറിച്ച് നീ ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇനി നിന്റെ ഉദ്ദേശമൊന്നും നടക്കാൻ പോകുന്നില്ല. കുഞ്ഞിനെ വെച്ചുള്ള കളികളൊന്നും നടക്കില്ലടാ. കുഞ്ഞ് എന്റേതാണെങ്കിൽ കുഞ്ഞ് എന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കുഞ്ഞ് കരയാൻ തുടങ്ങി. ഇന്ദ്രൻ പറഞ്ഞു, ഇടി കൊച്ചിനെ എടുക്കടിയെന്ന് പറഞ്ഞു. പിന്നെ എടുത്തു പോലും അങ്ങനെ ഇപ്പൊ എടുക്കുന്നില്ല. എന്റെ കുഞ്ഞാണെങ്കിൽ അവൾ അവിടെ കിടന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. ഇന്ദ്രന് ദേഷ്യം വന്നു. ഇന്ദ്രന് ദേഷ്യം വന്നിട്ട് ഇന്ദ്രൻ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുവാണ്. അപ്പം കുഞ്ഞിനെ ഇന്ദ്രന്റെ ചൂടേറ്റ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊരു ആശ്വാസമായി. കാരണം ഇന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊഞ്ചിക്കുന്നതുകൊണ്ട് ഇന്ദ്രന്റെ ചൂടും കാര്യങ്ങളും കുഞ്ഞിനും അറിയായിരുന്നു. പക്ഷെ ഋതുവാണ് കുഞ്ഞിന് ഇത്തിരി പോലും എടുക്കാത്ത ഒരാള്. അങ്ങനെ കുഞ്ഞിനെ ഇന്ദ്രൻ കൊഞ്ചിക്കുന്നതൊക്കെ ഋതു നോക്കണം. ഋതുവിന് ദേഷ്യമായിരുന്നു. ഇതെല്ലാം ഇവന്റെ കപട നാടകങ്ങളാ എന്നൊരു ചിന്തയായിരുന്നു. കട്ടക്കലിപ്പോട് കൂടിയിട്ട് ഋതു ഇരിക്കുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിനെ ഇന്ദ്രൻ അവിടെ കിടത്തിയിട്ട് ഇന്ദ്രൻ പുറത്തേക്ക് പോയി. ആ സമയത്ത് ഋതു കുഞ്ഞിനെ നോക്കി, ഈ കുഞ്ഞ് കാരണം തനിക്ക് എന്തൊക്കെ നഷ്ടങ്ങളോ ഉണ്ടായിരിക്കുന്നേ. ഓ, നാശം പിടിക്കാനായിട്ട് എപ്പോഴേത് സമയത്താണോ ഇത് തന്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഇതിനെ കൊല്ലാനായിട്ട് കൊടുത്ത, പക്ഷെ ഇത് മരിച്ചില്ല. തന്റെ മരണം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സന്തതിയാ എന്നൊക്കെയായിരുന്നു ഋതുവിന്റെ മനസ്സിൽ ആ കുഞ്ഞിനെ കുറിച്ചുള്ളത്. പക്ഷെ പാവം, അതൊരു ചോരക്കുഞ്ഞല്ലേ. അതിനെന്ത് വല്ലതും അറിയാവോ ഋതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ? അതാണെങ്കിലോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും കരയാനും തുടങ്ങി. അതിന് കൃത്യസമയത്ത് പാലും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പല്ലവിയായിരുന്നു. ബോട്ടിലിനകത്ത് വെച്ച് പല്ലവി പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഋതു മൈൻഡ് പോലും ചെയ്തില്ല. ആ സമയത്ത് പല്ലവിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പല്ലവിയുടെ അടുത്തേക്ക് സേതു വന്നിട്ട് കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പം പല്ലവിയുള്ള സത്യങ്ങൾ പറഞ്ഞു. ഋതു കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് അത് കേട്ടപ്പം സേതുവിന് ദേഷ്യമായി. സേതു ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട് അവള് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കി സേതുട്ടാ, പക്ഷെ അവള് സമ്മതിച്ചില്ല. അവളല്ലേ കുഞ്ഞിന്റെ പെറ്റമ്മ, എനിക്ക് എന്താ അവകാശം ഇരിക്കണേ? പെറ്റമ്മയുടെ അവകാശം പറഞ്ഞുകൊണ്ടാണ് അവള് കുഞ്ഞിനെ വന്ന് എടുത്തോണ്ട് പോയത്. അങ്ങനെയാണെന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അവൾക്ക് കുഞ്ഞിനെ എടുക്കാൻ എന്ത് യോഗ്യതയുള്ളത്? പ്രസവിച്ച് കഴിഞ്ഞപ്പോ തന്നെ അവള് കുഞ്ഞിനെ വേണ്ടാന്ന് പറഞ്ഞല്ലേ, വയറ്റി വെച്ച് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേ. ആ കുഞ്ഞിനെ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്ന ആള് നീയല്ലേ പല്ലവി. നീ എന്തിനാ അവളെ വിട്ടുകൊടുത്തതെന്ന് ചോദിച്ചു. പിന്നെ അവള് വന്ന് എടുക്കുമ്പോ എനിക്ക് വേണ്ടാന്ന് പറയാൻ പറ്റുമോ സേതുവേട്ടാ? വേണ്ടാന്ന് പറയാൻ പറ്റുമോന്ന് പോലും വേണ്ടാന്ന് പറയണം. അവൾ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ കൊണ്ടായതാണോ? അല്ല, ഇന്ദ്രനോടുള്ള ദേഷ്യത്തിനാ ഇന്ദ്രൻ കുഞ്ഞിനെ എടുക്കാൻ മുറിയിലേക്ക് വന്നു. അത് ഋതുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യം. പിന്നീട് സേതു പല്ലവിയോട് പറഞ്ഞു, നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ സേതുവേട്ടാ? വന്ന് കുഞ്ഞിനെ എടുക്കാൻ പോവാം. വേണ്ട സേതുവേട്ടാ, ഒരു വഴക്കിനും പ്രശ്നത്തിനും ഞാനില്ല. വെറുതെ എന്തിനാ ഇനി ഋതുവിനെ ചോടിപ്പിക്കുന്നത്? അതിന്റെ കാര്യമില്ല എന്നും പറഞ്ഞോണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണ്ടേന്ന് ചോദിച്ചു. നിന്റെ മോളാന്ന് പറഞ്ഞ് നീ ഇരിക്കുന്നല്ലേ. ഡോക്ടർ പറഞ്ഞെന്താ? അതിനെ കൃത്യമായിട്ട് അതിന് പാലും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഋതു അതിനെ കൊണ്ടുപോയിട്ട് അതിനെ തിരിഞ്ഞു നോക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പൊ പിന്നെ ആരാ അതിനെ നോക്കട്ടെ? നിന്റെ ഉത്തരവാദിത്തമാ. ഡോക്ടർ കംപ്ലൈന്റ് കൊടുക്കാത്ത പോലും നിന്നെ എന്നെ ഉദ്ദേശം മാത്രമാണ്. നമ്മൾ കുഞ്ഞിനെ നോക്കുന്ന കുറച്ച് വിശ്വാസം ഉള്ളതുകൊണ്ട് ഇനിയും പണ്ടത്തെ പോലെ കുഞ്ഞിന് പാല് കിട്ടാതെ കുഞ്ഞവിടെ കിടന്ന് വല്ല അസുഖം ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഋതു തിരിഞ്ഞു നോക്കത്തില്ല. നമ്മളെ ആയിരിക്കും ഡോക്ടർ വഴക്ക് പറയുന്ന. ഇനി പോലീസ് കംപ്ലൈന്റ് കൊടുക്കുകയും ചെയ്യും. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോന്ന് ചോദിച്ചു. ഒടുവില് പല്ലവിയും കൂട്ടിക്കൊണ്ട് സേതു അങ്ങോട്ട് വരുമ്പോൾ ഹാളിൽ ഇന്ദ്രൻ ഇരിക്കുന്നുണ്ട്.
ഇന്ദിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സേതു ചോദിച്ചു, എന്താടാ എന്തി നിന്റെ കുഞ്ഞെന്തേന്ന് ചോദിച്ചു. കുഞ്ഞു മുറിയിലുണ്ട്. അതെങ്ങനെയാ? ഋതു തിരിഞ്ഞു പോലും നോക്കുന്നില്ല. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും ദേഷ്യത്തോടെ സേതു പറഞ്ഞു, അല്ലെങ്കിലും നിന്റെ കയ്യിലെ കുഴപ്പം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ? എടാ നീ നേരാവണ്ണം ഇരിക്കുവായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടാകുമായിരുന്നോ? ഇല്ലല്ലോ. നീ അപ്പം എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് വാ പല്ലവി എന്നും പറഞ്ഞിട്ട് പല്ലവിയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവുകയാണ് ഋതുവിന്റെ. അപ്പോഴേക്കും പുറകെ ഇന്ത്യനെയും ചെന്നു. ഈ സമയത്ത് കുഞ്ഞ് കട്ടിലെ കിടന്ന് കരയുന്നുണ്ട്. ഋതു മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ചെന്ന് കഴിഞ്ഞിട്ട് സേതു പല്ലവിയോട് പറഞ്ഞു, കുഞ്ഞിനെ എടുക്കു പല്ലവി എന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, കുഞ്ഞിനെ എടുക്കാനാ? ആരും കുഞ്ഞിനെ എടുക്കില്ല. അവൾ എന്റെ മോളാണെങ്കിൽ അവൾ ഈ മുറിയിൽ തന്നെ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞു. നിന്റെ മോളോ? നിനക്ക് അതിനെ എടുക്കാൻ എന്ത് യോഗ്യതയുള്ളേ? പല്ലവി നിന്നോടാ പറഞ്ഞ കുഞ്ഞിനെ എടുക്കാനായിട്ട്. പല്ലവി കുഞ്ഞിനെ എടുക്കുമ്പോഴത്തേനും ഋതു ചാടി എഴുന്നേറ്റ് കുഞ്ഞിനെ മേടിക്കാൻ തുടങ്ങുകയാണ്. സേതു പറഞ്ഞു, തൊട്ടു പോയരുത് കുഞ്ഞിനെ. നിനക്ക് കുഞ്ഞിനെ വേണ്ടായിരുന്നെങ്കിൽ നീ നേരത്തെ നോക്കിയണം. എടി, ആ കുഞ്ഞു മരിക്കാറായി ഇവിടെ കിടന്നിട്ട് പോലും ഒരു തുള്ളി പാല് പോലും കൊടുക്കാതെ അതിനെ മരണത്തിലേക്ക് തള്ളിവിടാൻ നോക്കിയവളല്ലേ നീ. എന്നിട്ട് നീ എന്തൊരു കുഞ്ഞിന്റെ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നു? പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 10 മാസം നീ വയറ്റ് ചുമന്നേ ഉള്ളൂ. പക്ഷെ അതുകൊണ്ടായില്ല എന്ന് പറഞ്ഞു. കുഞ്ഞിന് ഒരു തുള്ളി പാല് പോലും കൊടുക്കാത്ത നീയാണോ കുഞ്ഞിന്റെ അവകാശം പറയണമെന്ന് വെച്ചു. മിണ്ടി പോയേക്കരുത്, എന്റെ കൈയുടെ ചൂട് നീ അറിയൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഋതു, സേതുവേട്ടൻ ഞാൻ മിണ്ടതെന്നല്ലേ പറഞ്ഞേ. പല്ലവി കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറഞ്ഞു. പല്ലവിയുടെ കൈ കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വിച്ച് ഇട്ട പോലെ കുഞ്ഞ് കരച്ചിൽ നിർത്തി. അമ്മേന്ന് അത് കരുതിയിരിക്കുന്ന പല്ലവിയാണ്. കാരണം പല്ലവിയുടെ ചൂടായിട്ടാണ് അത് രാത്രി കിടന്നുറങ്ങണേ. അപ്പൊ അതുകൊണ്ട് പല്ലവി എടുത്തു കഴിയുമ്പോൾ അത് വിചാരിക്കുന്ന തന്റെ അമ്മ എടുത്തെന്നാണ് കുഞ്ഞ് വിചാരിച്ചുകൊണ്ടിരിക്കണേ. അങ്ങനെ കുഞ്ഞിനെ എടുത്തോണ്ട് സേതുവും പല്ലവിയും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ അല്ലോ എന്ന് ചോദിച്ചു. ഋതു പറഞ്ഞു, എനിക്കറിയാടാ, നീ അവരെ ഇളക്കി വിട്ടാന്നുള്ള കാര്യം അറിയാം. നിന്റെ ഉദ്ദേശം നടക്കില്ല എന്തിനാ. കുഞ്ഞ് എന്റേതാണെങ്കിൽ എത്ര ദിവസം പല്ലവിക്ക് കൊണ്ടേ നോക്കാൻ പറ്റും. അതിന്റെ പെറ്റമ്മ ഞാനാണെങ്കിൽ ഞാൻ കുഞ്ഞിനെ നോക്കും. കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഇന്ദ്രൻ പറഞ്ഞു, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഋതു പറഞ്ഞു, നിന്റെ ഉദ്ദേശലക്ഷ്യം എനിക്കറിയാം. കുഞ്ഞിനെ വെച്ച് കളിക്കാനല്ലേ. അത് നടക്കില്ലടാന്ന് പറഞ്ഞു. അതെടി, കുഞ്ഞിനെ വെച്ച് കളിക്കാൻ തന്നെയാ ഞാൻ തീരുമാനിക്കുന്നത്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും നീ ചെയ്ത് കാണിക്ക. കുഞ്ഞിനെ വെച്ച് കളിച്ച് ഞാൻ കാണിച്ചു തരാന്ന് ഇന്ദ്രൻ വാശി പിടിപ്പിക്കുകയാണ് ഋതുവിനെ. ഋതുവിന് ഭ്രാന്തായി. ഋതു വിചാരിച്ചു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരു പണി കൊടുക്കണം. ഈ കുഞ്ഞുള്ളതുകൊണ്ടാണ് ഇവന് ഇടയ്ക്കിടയ്ക്ക് പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുന്നേ. അത് ശരിയാകത്തില്ല. പല്ലവിയുടെ പിന്നാലെ ഇപ്പോഴും ഇവന്റെ മനസ്സ് തന്റെ ജീവിതം തട്ടിത്തെറിപ്പിച്ച അതൊന്നു മാത്രമാണ്. അങ്ങനെ അന്ന് കിടക്കുന്ന സമയത്ത് ഋതു ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും കളയണം. ആ കുഞ്ഞുള്ളിടത്തോളം കാലം തനിക്കൊരു സന്തോഷ സമാധാനമൊന്നും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ കുഞ്ഞിനെ എല്ലാവരും ഉറങ്ങണ സമയത്ത് കൊണ്ട് കളയാൻ തന്നെ ഋതു തീരുമാനിക്കുകയാണ്. അതിന് സേതുവും പല്ലവിയൊക്കെ ഉറങ്ങണം. അവരുറങ്ങിയാൽ മാത്രമേ കുഞ്ഞിനെ അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുള്ളൂ. ഒരു കാരണവശാൽ ആ കുഞ്ഞിന്റെ ശല്യം തന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് വേണം ഇന്ദ്രനെ ഇവിടുന്ന് മാറ്റാനായിട്ട്. കുഞ്ഞിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് പല്ലവിയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ പോക്ക് നിർത്തണം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മാർഗം ആ കുഞ്ഞിനെ കൊണ്ട് കളയാന്നുള്ളതാണ്. അല്ലെങ്കിലും ആ കുഞ്ഞ് ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം തനിക്ക് ഒരിക്കൽ സ്വസ്ഥത സമാധാനം എന്തെന്ന് താൻ അറിഞ്ഞിട്ടില്ല. അങ്ങനെയൊക്കെ ഒരു ചിന്തയായിരുന്നു. ഋതു കുഞ്ഞിനെ കളയാൻ തീരുമാനിക്കുകയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഋതു പതുക്കെ സേതുവിന്റെ പല്ലവിയുടെ മുറിയിലേക്ക് വന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ്, എവിടെയെങ്കിലും കൊണ്ട് ഉപേക്ഷിക്കാനായിട്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ കഥകളൊക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട്, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.